ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സോപ്പ് വിത്ത് സ്റ്റാഫ് ക്യാൻ ബി ക്ലാസിഫൈഡ്? ഓക്കെ, അപ്പോൾ ലെവലിങ്ങിലെ കോമൺലി രണ്ട് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ലെവലും ലെവൽ സ്റ്റാഫും. ഓക്കെ, അപ്പോൾ അതിൽ ലെവലിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ലെവലിംഗ് സ്റ്റാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലൈൻ ഓഫ് സൈറ്റിൻ്റെ പൊക്കത്താണോ താഴത്താണോ നമ്മുടെ സ്റ്റേഷൻ, അത് എത്ര എമൗണ്ട് വരെയാണ് ആ ഒരു ഡിസ്റ്റൻസ്, ആ ഡിഫറൻസ് വരുന്നത്, അതാണ് നമ്മൾ ലെവൽ സ്റ്റാഫ് വെച്ച് കണ്ടുപിടിക്കുന്നത്. സോ ലെവൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻസ് ഉള്ളൊരു സ്ട്രെയിറ്റ് റെക്റ്റാങ്കുലർ റോഡാണ്. അതിൻ്റെ ഫുഡിലാണ് 0 റീഡിങ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മെയിൻലി സ്റ്റാഫിനെ രണ്ട് ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെൽഫ് റീഡിങ് സ്റ്റാഫ് ആൻഡ് ടാർഗറ്റ് സ്റ്റാഫ്. അതിൽ സെൽഫ് റീഡിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് മാനിന് തന്നെ ടെലസ്കോപ്പിൽ കൂടെ റീഡിങ് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സെൽഫ് റീഡിങ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അത് മെയിൻലി 3 ഫോമിലാണുള്ളത്. ഒന്നാമത്തത് സോളിഡ് സ്റ്റാഫ്, നമ്മൾ കോമൺലി കണ്ടിട്ടുള്ള സ്റ്റാഫാണ്. നോർമലി 3 മീറ്റർ ലെങ്ത് ഉള്ളൊരു സ്റ്റാഫാണത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞാൽ ഫോൾഡിങ് സ്റ്റാഫ്, അതും 3 മീറ്റർ ലെങ്ത്തിലാണ് വരുന്നത്. അതിൻ്റെ ആ സ്റ്റാഫിൻ്റെ മിഡിലായിട്ട് ഹിഞ്ചസ് ഉണ്ടാകും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ റോഡ് ഫോൾഡ് ചെയ്ത് നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് പോകുമ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പിക് സ്റ്റാഫ്. ഇത് ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്താൽ ഇപ്പോൾ 5 മീറ്റർ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് പാർട്ട് മാത്രം സോളിഡ് ആയിരിക്കും, ബാക്കിയെല്ലാം ഹോളോ റെക്റ്റാങ്കുലർ ബോക്സ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ മുകളിലുള്ള ഓരോ പാർട്ട് വീതം താഴത്തെ ലോവർ ബോക്സിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊരു പാറ്റേൺ ആയതുകൊണ്ടാണ് അതിനെ സോപ്പ് വിത്ത് സ്റ്റാഫ് എന്ന് കൂടെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത് മൂന്നുമാണ് സെൽഫ് റീഡിങ് സ്റ്റാഫിൽ വരുന്ന ഫോമുകൾ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് സ്റ്റാഫ്. ടാർഗറ്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സൈറ്റിംഗ് ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് മാനിന് തന്നെ റീഡിങ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മൾ ടാർഗറ്റ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ സെൽഫ് റീഡിങ് സ്റ്റാഫിനോട് സിമിലർ ആയിട്ടുള്ള സ്റ്റാഫ് തന്നെയാണ്, പക്ഷെ അതിലൊരു മൂവബിൾ ടാർജറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഈ മൂവിങ് ടാർജറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റാഫ് മാന് തന്നെ റീഡിങ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്ന സോപ്പ് വിത്ത് സ്റ്റാഫ് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ്. സോപ്പ് വിത്ത് സ്റ്റാഫ് വരുന്നത് സെൽഫ് റീഡിങ് ടൈപ്പ് സ്റ്റാഫായിട്ടാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കാൽക്കുലേറ്റിംഗ് ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ് ഫോർ വാട്ടർ, വാട്ട് ഈസ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ്? ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടർ ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ടൗൺ ഓർ സിറ്റിക്ക് വേണ്ട വാട്ടർ ക്വാണ്ടിറ്റി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി 3 ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തത് റേറ്റ് ഓഫ് ഡിമാൻഡ്. റേറ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ദിവസം വേരിയസ് പർപ്പസസിന് വേണ്ട വാട്ടറാണ് നമ്മളത് ആവറേജ് കൺസപ്ഷൻ ഡിമാൻഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിമാൻഡായിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഫാക്ടർ എന്ന് വെച്ചാൽ ഡിസൈൻ പീരീഡ്. ഡിസൈൻ പീരീഡ് നമ്മളൊരു വാട്ടർ സപ്ലൈ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് ടൈമിലുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കില്ല ഡിസൈൻ ചെയ്യുന്നത്. ഒരു റീസണബിൾ ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ഡിമാൻഡ് കൂടെ മീറ്റ് ചെയ്യാൻ അതിന് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. സോ അപ്പോൾ ആ ഫ്യൂച്ചർ പീരീഡും കൂടെ കണക്കാക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ പീരീഡ് തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ. ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ടൗണിലോ സിറ്റിയിലോ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ്, ആരൊക്കെയാണ് ആ ഒരു വാട്ടർ സപ്ലൈ പ്രൊജക്റ്റിനെ യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പോപ്പുലേഷനായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു വാട്ടർ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ റേറ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കില്ല ഉണ്ടാവുന്നത്. അതിന് വേരിയേഷൻസ് ഉണ്ടാവും. അത് സീസണൽ അല്ലെങ്കിൽ മന്ത്ലി വേരിയേഷൻസ് ആയിരിക്കും. അതായത് സമ്മറിൽ വേണ്ട വാട്ടർ ആയിരിക്കില്ല വിൻ്ററിൽ വേണ്ടത്. അതുപോലെ ഡെയിലി വേരിയേഷൻസ് ഉണ്ടാവും, ഡേ ടു ഡേ വേരിയേഷൻസ് ഉണ്ടാവും. അതുപോലെ അവർലി വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പം ഏർലി മോർണിംഗിൽ വേണ്ട വാട്ടർ ഡിമാൻഡ് ആയിരിക്കില്ല ഉച്ചയ്ക്ക് വേണ്ടത്. സോ ഒരു വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ മന്ത്ലി, ഡെയിലി, അവർലി ഡിമാൻഡ്സിൻ്റെ എല്ലാം മാക്സിമം വാല്യൂ കിട്ടുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്.
സോ അത് ആ ഒരു മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവറേജ് ഡിമാൻഡിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അപ്പോൾ മാക്സിമം ഡെയിലി ഡിമാൻഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എബൌട്ട് 180% ഓഫ് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് ആയിരിക്കും. അതുപോലെ മാക്സിമം അവർലി ഡിമാൻഡ് എന്ന് പറഞ്ഞെടുക്കുന്നത് ആ മാക്സിമം ഡേയിൽ കിട്ടുന്ന ആവറേജ് അവർലി ഡിമാൻഡിൻ്റെ 150%ഓളാണ് മാക്സിമം അവർലി ഡിമാൻഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നത് അബൌട്ട് 270% ഓഫ് ആവറേജ് അവർലി ഡിമാൻഡ് ആയിരിക്കും. പിന്നെ ഇതുകൂടാതെ നമ്മൾ ഫയർ ഉണ്ടാകുന്ന കേസസിൽ നമ്മൾ ഈ യൂഷ്വൽ ഡിമാൻഡ് കൂടാതെ വാട്ടറിന് ഒരു സഡൻ ലാർജ് ഡിമാൻഡ് കൂടെ വരും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ കൺസ്യൂമേഴ്സിൻ്റെ മാക്സിമം ഡിമാൻഡിൻ്റെ കൂടെ തന്നെ ഫയർ ഡിമാൻഡ് കൂടെ മീൻ ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൂടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കിപ്പം കൺസ്യൂമേഴ്സിൻ്റെ മാക്സിമം അവർലി ഡിമാൻഡ് വേണ്ട സമയത്ത് തന്നെ ഫയർ ഫൈറ്റിങ്ങിന് ഉള്ള ഡിമാൻഡ് ഉണ്ടാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം അവർലി ഡിമാൻഡിൻ്റെ കൂടെയല്ല ഫയർ ഡിമാൻഡ് കൂട്ടുന്നത്, നമ്മൾ മാക്സിമം ഡെയിലി ഡിമാൻഡിൻ്റെ കൂടെയാണ് ഫയർ ഡിമാൻഡ് ആഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ ടോട്ടൽ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. സോ ആ ഫയർ ഫൈറ്റിംഗ് ടൈമിൽ വേണ്ട ആ മാക്സിമം ഡെയിലി ഡിമാൻഡ് അതിനെയാണ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്, അതാണ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ്. ഓക്കെ, അപ്പം ഈ സം എന്ന് പറയുന്നത് ജനറലി നമ്മുടെ മാക്സിമം അവർലി ഡിമാൻഡിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷേ ഈ ചില സമയത്ത് ഇപ്പം സമ്മ് ലെസ് ആണെങ്കിൽ പോലും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മാക്സിമം ഡിമാൻഡിന് വേണ്ടി ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡിൻ്റെയോ അല്ലെങ്കിൽ മാക്സിമം അവർലി ഡിമാൻഡിൻ്റെയോ ഏതാണ് ഗ്രേറ്റർ വാല്യൂ അതായിരിക്കും നമുക്ക് വേണ്ട ടോട്ടൽ ഡിമാൻഡ് അല്ലെങ്കിൽ ടോട്ടൽ ഡ്രാഫ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്താണെന്നാണ്. ഓക്കെ, അപ്പം മാക്സിമം ഡെയിലി ഡിമാൻഡിൻ്റെ കൂടെ ഫയർ ഡിമാൻഡ് കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ബോട്ടം ലെവൽ ഓഫ് വിൻഡോസ് ഇൻ എ ബിൽഡിംഗ്? ഓക്കെ, അപ്പോൾ വിൻഡോയുടെ ബോട്ടം സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സർഫസ് ആണ് വിൻഡോ സില്ല്. ഓക്കെ, അപ്പോൾ വിൻഡോയെ സ്ട്രക്ചറലി സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഈ വിൻഡോയെ ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നതും സില്ലാണ്. അതുപോലെ തന്നെ വിൻഡോ സില്ലിൻ്റെ ഈ എക്സ്റ്റീരിയർ പോർഷനിൽ റെയിൻ വാട്ടറൊക്കെ വോളിൽ കൂടെ ഉള്ളിലേക്ക് കിടക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. സില്ലില്ലെങ്കിൽ വിൻഡോ എപ്പണി കൂടെ വാട്ടർ ഉള്ളിലേക്ക് കയറിയിട്ട് വീടിൻ്റെ അകത്തുള്ള വോൾസും ഫ്ലോർസും ഒക്കെ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ലിൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡോർസ് വിൻഡോസ് പോലുള്ള ഓപ്പണിങ്സിൻ്റെ എക്രോസ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറാണ്, ഒരു ബീമാണ് ലിൻഡിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മുടെ ഡോർസും വിൻഡോസും ഒന്നും സ്ട്രക്ചറൽ മെമ്പേഴ്സ് അല്ല, അതിന് ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പണിങ്സിൻ്റെ മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ ലോഡ് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് ഈ ലിൻഡിലായിരിക്കും. ദെൻ പ്ലിന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനിഷ്ഡ് ഗ്രൗണ്ട് ലെവൽ, അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷന് മുമ്പ് പ്രിപ്പയർ ചെയ്ത് ലെവൽ ചെയ്ത് ആ സറൗണ്ടിങ് സോയിലിൻ്റെ ടോപ്പ് ലെവലും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ലെവലും അതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറൽ പാർട്ടാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. അവിടെ കൊടുക്കുന്ന ആ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീമാണ് പ്ലിന്ത് ബീം. ഓക്കെ, ദെൻ റിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി സ്ലോപ്പിംഗ് റൂഫിൻ്റെ ആ ഹയസ്റ്റ് പോയിന്റിലുള്ളൊരു ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് എന്താണ്, വിൻഡോസിൻ്റെ ബോട്ടം ലെവലിന് പറയുന്ന പേര് സില്ലെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാട്ടർ കണ്ടെയ്ൻസ് സസ്പെൻഡഡ് മാറ്റർ ആൻഡ് ആസിഡ്സ് ഓർ ആൽക്കലീസ് വിച്ച് പമ്പ് ക്യാൻ ബി റെക്കമെൻഡഡ്? ഓക്കെ, നമുക്ക് ഓപ്ഷനായിട്ട് തന്നേക്കുന്നത് എയർ ലിഫ്റ്റ് പമ്പും റോട്ടറി പമ്പുമാണ്. സോ ആ പമ്പ്സിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം എയർ ലിഫ്റ്റ് പമ്പ് നോക്കാം. ഓക്കെ, ഇതിൽ ആദ്യം നമ്മളൊരു സ്മോൾ എയർ പമ്പ് യൂസ് ചെയ്തിട്ട് കംപ്രസ്ഡ് എയർ വെലിലേക്ക് കൊടുക്കും. അത് വെലിൻ്റെ ബോട്ടത്തിൽ ചെന്നിട്ട് ആ ഒരു ഡിഫ്യൂസറിൽ കൂടെ ഒരു ഇഡക്ഷൻ പമ്പിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ആ പൈപ്പിൽ അതൊരു സ്മോൾ എയർ ബബിൾസ് ആയിട്ടാണ് ഈ കൊടുക്കുന്ന എയർ റൈസ് ചെയ്യുന്നത്. സോ അവിടെ എയറും വാട്ടറും തമ്മിലൊരു
മിക്സ്ചർ ഫോം ചെയ്യും. ഈ മിക്സ്ചർ പുറത്തെ വാട്ടറിനേക്കാളും ലൈറ്റർ ആയതുകൊണ്ട് ഈ പുറത്തുള്ള വെള്ളം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വഴി ഈ പൈപ്പിലേക്ക് കയറി ടോപ്പിലുള്ള ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ 150 മീറ്റർ വരെയുള്ള ഹൈ ലിഫ്റ്റിൽ നമുക്ക് ഈ പമ്പ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എഫിഷ്യൻസി കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ എയർ ലിഫ്റ്റ് പമ്പിനുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് സസ്പെൻഡഡ് അല്ലെങ്കിൽ സെഡിമെൻ്റൽ പാർട്ടിക്കിൾസ് കാരണം ഈ എയർ ലിഫ്റ്റിന് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. സോ അതുകൊണ്ട് ഡാമേജ്ഡ് വെല്ലിലാണെങ്കിൽ പോലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വാട്ടറായിട്ട് കോണ്ടാക്റ്റിൽ പമ്പിൻ്റെ ഒരു മൂവിങ് പാർട്ട് പോലും വരുന്നില്ല. സോ ഈ പമ്പ് ഈസി ആയിട്ട് ഹൈ അസിഡിക് അതുപോലെ ഹൈ ആൽക്കലൈൻ വാട്ടറിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് റോട്ടറി പമ്പാണ്. റോട്ടറി പമ്പ് എന്ന് വെച്ചാൽ റോട്ടറി മോഷൻ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പമ്പാണ്. ഇവിടെ റോട്ടറി മോഷൻ കിട്ടുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന 2 ക്യാംസിൻ്റെ അല്ലെങ്കിൽ 2 ഗിയേഴ്സിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. ഈ എലമെൻറ്റ്സ് ഒരു കേസിങ്ങിൽ ക്ലോസ്ലി ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വാട്ടർ സക്ഷൻ പൈപ്പിൽ കൂടെ കയറി ഈ ക്യാംസ് അല്ലെങ്കിൽ ഗിയേഴ്സ് ഉള്ള ആ ഒരു കേസിങ്ങിൽ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഈ ക്യാംസിൻ്റെ അല്ലെങ്കിൽ ഗിയേഴ്സിൻ്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഡിസ്ചാർജ് പൈപ്പിൽ കൂടെ വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ക്യാംസിൻ്റെ ഗിയേഴ്സിൻ്റെ സൈസിനെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി മാറും. ഓക്കെ, അപ്പം ഈ റോട്ടറി പമ്പിനുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക് സെഡിമെൻറ്റ്സ് ഉള്ള വാട്ടർ ഈ പമ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വാട്ടർ വന്നിട്ട് ഈ ക്യാംസിൻ്റെയോ അല്ലെങ്കിൽ ഗിയേഴ്സിൻ്റെ ടീത്തിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. സോ അപ്പോൾ അങ്ങനെ സെഡിമെൻറ്റ്സ് ഉള്ള വാട്ടർ ആണെങ്കിൽ അവിടെ വിയർ ആൻഡ് ടെയർ ഉണ്ടാവും. അതുപോലെ അബ്രേഷനൊക്കെ കൊണ്ട് ഈ ക്യാംസിൻ്റെയും കേസിങ്ങും തമ്മിലുള്ള ആ സീലൊക്കെ ഡാമേജ് ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് സെഡിമെൻറ്റ്സ് ഉള്ള വാട്ടറിലൊന്നും ഈ പമ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് തന്നെയാണ് സസ്പെൻഡഡ് മാറ്റേഴ്സും അതുപോലെ ആസിഡും ആൽക്കലീസ് ഉള്ള വാട്ടറിലൊക്കെ നമുക്ക് ഏത് പമ്പാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ആൻസർ ഈസ് എയർ ലിഫ്റ്റ് പമ്പ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്ലഡ്ജ് ഡൈജഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ സെയിം ചേംബർ. സോ അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തന്നേക്കുന്ന എല്ലാം ഓരോ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് ആണ്. ഇതിൽ ഏതിലാണ് സ്ലഡ്ജ് ഡൈജഷനും സെഡിമെൻറ്റേഷനും ഒരുമിച്ച് ഒരേ ചേംബറിൽ നടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ഓരോ ഓപ്ഷൻസ് വീതം നോക്കാം. ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് വെച്ചാൽ ഈ കൺവെൻഷണൽ ട്രിക്ലിംഗ് ഫിൽറ്റർ ആണെങ്കിലും അതിൻ്റെ ഇംപ്രൂവ്ഡ് ഫോമായ ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ആണെങ്കിലും സീവേജിൻ്റെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ടാങ്കിലെ കൗസർ ഫിൽറ്ററിംഗ് മീഡിയയുടെ പുറത്തേക്ക് സ്പ്രേ നോസിൽസ് വഴി ഈ സീവേജ് സ്പ്രിങ്കിൾ ചെയ്താണ് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ പെർക്കുലേറ്റിംഗ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സ്പ്രിങ്ക്ലിംഗ് ഫിൽറ്റേഴ്സ് ഒന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ സീവേജ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് എയറോബിക് ബാക്ടീരിയ വഴിയാണ്. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കിട്ടുന്ന എഫ്ലുവൻറ്റ് ഓർഗാനിക് മാറ്റർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡറി സെറ്റിലേഷൻ ടാങ്കിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡൈജഷൻ മാത്രമാണ് നടക്കുന്നത്, സെഡിമെൻറ്റേഷൻ നടക്കുന്നില്ല. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക്. സെഡിമെൻറ്റേഷൻ ബേസിൽ നിന്ന് നോർമലി നമുക്ക് വിഡ്രോ ചെയ്ത് കിട്ടുന്ന സ്ലഡ്ജിൽ ഹൈ എമൗണ്ട് ഓർഗാനിക് മാറ്റർ കാണും. സോ അപ്പോൾ അത് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ ഡിസ്പോസ് ചെയ്താൽ ആ ഓർഗാനിക് മാറ്ററെല്ലാം ഡീകമ്പോസ് ആയിട്ട് ഫൗൾ ഗ്യാസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ പൊല്യൂഷനും ഹെൽത്ത് ഹസാർഡ്സ് ഒക്കെ ഉണ്ടാകും. സോ അപ്പോൾ അങ്ങനെ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ലഡ്ജിലുള്ള ഓർഗാനിക് മാറ്റർ ആദ്യം കൺട്രോൾഡ് അനോറോബിക് കണ്ടീഷൻസിൽ ഡീകമ്പോസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെബിലൈസേഷൻ പ്രോസസ്സിനെയാണ് സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാങ്കിനെയാണ് സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് അല്ലെങ്കിൽ ഡൈജസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെയും ഡൈജഷൻ മാത്രമാണ് ഈ ഒരു യൂണിറ്റിൽ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാം. പക്ഷേ അതിൽ കുറച്ച് നോർമൽ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട്. ഓർഡിനറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നോർമലി 2 hours ഒക്കെയാണ് ഡിറ്റൻഷൻ പീരീഡ് വരുന്നത്. പക്ഷേ സെപ്റ്റിക് ടാങ്കിൽ ഒരു ലോങ്ങർ ഡിറ്റൻഷൻ ടൈം അബൌട്ട് 12 to 36 hours കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ലഡ്ജിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് കൂടെ കുറച്ച് എക്സ്ട്രാ പ്രൊവിഷൻസ് കൂടെ ഈ സെപ്റ്റിക് ടാങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ സെഡിമെൻറ്റേഷനും സ്ലഡ്ജ് ഡൈജഷനും ഒരേ ചേമ്പറിൽ തന്നെ നടക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്ലഡ്ജ് ഡൈജഷൻ നടക്കുന്നത് അനേറോബിക് ഡീകമ്പോസിഷൻ വഴിയാണ്. അപ്പം അതുകൊണ്ട് ഫൗൾ ഗ്യാസസ് ഒക്കെ ഇവോൾവ് ചെയ്യും. സോ സെപ്റ്റിക് ടാങ്ക് നമ്മൾ കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് അത് തന്നെയാണ്. സ്ലഡ്ജ് ഡൈജഷനും സെഡിമെൻറ്റേഷനും ഒരേ ചേമ്പറിൽ നടക്കുന്ന ഏത് യൂണിറ്റിലാണെന്നാണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക്. ഇനി ഇംഹോഫ് ടാങ്ക് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആക്ച്വലി പറയാനാണെങ്കിൽ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോമാണ് ഇംഹോഫ് ടാങ്ക്. ഈ ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സെപ്റ്റിക് ടാങ്കിലെ പോലെ ഈ ഇൻകമ്മിങ് സീവേജും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ലഡ്ജുമായിട്ട് മിക്സ് ചെയ്യാൻ അലോ ചെയ്യില്ല. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിൽ ഔട്ട് ഗോയിങ് എഫ്ലുവൻറ്റിൽ ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് ലോഡ് ഉണ്ടാവും. അത് ഇവിടെ അലോ ചെയ്യില്ല. ഓക്കെ, അപ്പം ഈ ടാങ്ക് ശരിക്കും ഒരു 2 സ്റ്റോറി ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു 2 സ്റ്റോറി ഡൈജഷൻ ടാങ്ക് എന്നൊരു പേര് കൂടെയുണ്ട്. ഇതിൻ്റെ അപ്പർ ചേമ്പർ എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ ചേമ്പർ അല്ലെങ്കിൽ ഫ്ലോ ത്രൂ ചേമ്പറാണ്. അവിടെയാണ് സെഡിമെൻറ്റേഷൻ നടക്കുന്നത്. ലോവർ ചേമ്പറിലാണ് ഡൈജഷൻ നടക്കുന്നത്. ഡൈജഷൻ ചേമ്പർ എന്നാണ് അതിന് പറയുന്നത്. അതിലാണ് അനൈറോബിക് പ്രോസസ്സ് വഴി സ്ലഡ്ജ് ഡൈജഷൻ നടക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ഡൈജഷനും സെഡിമെൻറ്റേഷനും 2 ഡിഫറെൻറ്റ് ചേമ്പേഴ്സിലാണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമോങ് ദ ഫോളോയിങ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആസ് ഡിസൈൻ മിക്സ്. സോ അപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ ഡിസൈൻ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ അത് അച്ചീവ് ചെയ്യുന്നത് അതിന് യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇപ്പോൾ കോൺക്രീറ്റ് മിക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മെയിൻലി നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. നോമിനൽ മിക്സ് ആൻഡ് ഡിസൈൻ മിക്സ്. ഓക്കെ, അപ്പോൾ നോമിനൽ മിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെ അഗ്രിഗേറ്റിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ ഫിക്സ് ചെയ്യുകയാണ് നോമിനൽ മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു സൈഡ് ലെവൽ മിക്സിംഗ് ആണ്. ഇവിടെ വോളിയം ബേസിസിലായിരിക്കും നമ്മൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കോൺക്രീറ്റ് സ്മോൾ ക്വാണ്ടിറ്റിയിൽ വേണ്ട സമയത്ത് അല്ലെങ്കിൽ ലോഡ് അത്ര ഹൈ ഒന്നുമല്ല എങ്കിലുള്ള കേസസിലൊക്കെയാണ് നമ്മൾ ഈ ടൈപ്പ് മിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നോമിനൽ മിക്സിൽ വരുന്ന കോൺക്രീറ്റ് ഗ്രേഡ്സ് ആണ് M5, M7.5, M10, M15 ആൻഡ് M20. ഓക്കെ, ഇതിൽ M എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്സ് ആണ്. അതുപോലെ അതിൻ്റെ കൂടെ കിടക്കുന്ന വാല്യൂസ് 5, 7.5, 10 എന്ന് പറയുന്ന കിടക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് കണ്ടീഷൻസിൽ കോൺക്രീറ്റിന് 28 ഡേയ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, പിന്നെ ആ ഓരോ പർട്ടിക്കുലർ ഗ്രേഡ്സിൻ്റെ റേഷ്യോസ് ആണ് കൂടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെയും അഗ്രിഗേറ്റിൻ്റെയും പ്രൊപ്പോർഷനാണ്. ഇപ്പോൾ 1:5:10 എന്ന് പറയുന്ന റേഷ്യോ ആണെങ്കിൽ 1 പാർട്ട് സിമെൻറ്റ്, 5 പാർട്ട് സാൻഡ്, അതുപോലെ 10 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഡിസൈൻ മിക്സ്. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ നെസസറി പ്രോപ്പർട്ടീസും ടെസ്റ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സ് ആണ് ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞാൽ. അതൊരു വെയ്റ്റ് ബേസിസിലായിരിക്കും ഇൻഗ്രീഡിയൻസ് അവിടെ മിക്സ് ചെയ്യുന്നത്. ജനറലി റെഡി മിക്സ് കോൺക്രീറ്റ് പ്ലാനിലായിരിക്കും ഈ മിക്സ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഹെവി സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ ലോഡ് വളരെ ഹൈ ആണെങ്കിലൊക്കെയാണ് ഈ ഒരു മിക്സ് യൂസ് ചെയ്യുക. അതിൽ വരുന്നത് M25, M30, M35, M40 ആണ്. ഓക്കെ, ഇതിൻ്റെ റേഷ്യോസ് സൈഡ് കണ്ടീഷൻസോ റിക്വയർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേരി ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്ന ഡിസൈൻ മിക്സ് ആയിട്ട് പറയാവുന്നത് ഇതിൽ ഏതാണെന്നാണ്. അപ്പോൾ ആൻസർ M35. 7th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് ഓപ്പൺ ചാനൽ ഫ്ലോ ഫോർ കാൽക്കുലേറ്റിംഗ് ദ സ്പെസിഫിക് എനർജി വാട്ട് വിൽ ബി ടേക്കൺ ആസ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോയിങ് ലിക്വിഡിൻ്റെ സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എ ഡേറ്റുമാണ്. ജനറലി ചാനലിൻ്റെ ബോട്ടുമാണ് ഡേറ്റുമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ബോട്ടം ഓഫ് ചാനൽ. ഓക്കെ, അപ്പം മാത്തമാറ്റിക്കലി സ്പെസിഫിക് എനർജി റെപ്രസെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇറ്റ്സ് എ സം ഓഫ് സ്റ്റാറ്റിക് എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പം സ്റ്റാറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് പാർട്ടിക്കിളിൽ അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് പൊസസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. സോ ഇഫ് ലിക്വിഡ് പാർട്ടിക്കിൾ ഒരു ഹൈറ്റ് h മീറ്റർ ഇടേറ്റത്തിൽ നിന്ന് എബോ ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ h മീറ്റർ കിലോഗ്രാം ഓഫ് ലിക്വിഡ് ആയിരിക്കും. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡ് പാർട്ടിക്കിൾ അതിൻ്റെ മോഷൻ അല്ലെങ്കിൽ വെലോസിറ്റി കൊണ്ട് പൊസസ് ചെയ്യുന്ന എനർജി ആയിരിക്കും. ഇപ്പോൾ ഒരു v m/s മീൻ വെലോസിറ്റി ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ലിക്വിഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ v²/2g m/kg ഓഫ് ലിക്വിഡ് ആയിരിക്കും. അപ്പം ഈ സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിരിക്കും. സോ അപ്പം
ഇതാണ് ഈ സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ. ഇതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is a structure constructed for energy dissipation below spillways? ഓക്കെ, അപ്പോൾ നമുക്ക് സ്പിൽവേസിൻ്റെ താഴത്തായിട്ട് എനർജി ഡിസിപ്പേഷന് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നതൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് പെൻസ് സ്റ്റോക്ക്. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഈ റിസർവോയറിൽ നിന്ന് വാട്ടർ താഴെ ടർബൈനിലേക്ക് കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്ന പൈപ്പ് അല്ലെങ്കിൽ ലോങ് ചാനൽസിനെയാണ് പെൻ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ജനറലി സ്റ്റീൽ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. വാട്ടർ ഹൈ പ്രഷറിലായിരിക്കും ഈ പെൻ സ്റ്റോക്കിലൂടെ ഒഴുകുന്നത്. ദെൻ ഫ്ലാഷ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാമിൻ്റെ ടോപ്പിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെമ്പററി ഗേറ്റ്സ് ആണ്. വുഡൻ പാനൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്ന സമയത്ത് ഫ്ലഡിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇൻടേക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്ത് പർപ്പസിനായിക്കോട്ടെ, ഇപ്പോൾ ഇറിഗേഷൻ, ഹൈഡ്രോ പവർ ജനറേഷൻ, അതുപോലെ അല്ലെങ്കിൽ പബ്ലിക് വാട്ടർ സപ്ലൈ ആയിക്കോട്ടെ, എല്ലാത്തിനും റിസർവോയറിലുള്ള സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന വാട്ടർ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഡിസ്ചാർജ് ഫെസിലിറ്റിനെയാണ് ഇൻടേക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഫങ്ഷൻ അതുപോലെ വേണ്ട വാട്ടറിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഇൻടേക്ക് സ്ട്രക്ചറിൻ്റെ ഫോം ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് എന്താണ്? സ്പിൽവേയുടെ താഴത്തെ എനർജി ഡിസിപ്പേഷന് കൊടുക്കുന്ന സ്ട്രക്ചർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്പിൽവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലഡ് വാട്ടറിൻ്റെ കേസിൽ ആ ഫ്ലഡ് വാട്ടർ കൺട്രോൾഡ് കണ്ടീഷൻസിൽ സ്പിൽ ഔട്ട് ചെയ്ത് കളയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്പിൽവേ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ സ്പിൽ ഔട്ട് ചെയ്ത് കളയുന്ന ആ ഒരു ഫ്ലോ നോർമലാക്കിയിട്ട് വേണം നമുക്ക് ഡൗൺ സ്ട്രീമിലുള്ള റിവറിലേക്ക് കൊണ്ടുപോകാൻ. അപ്പം ആ വാട്ടറിലുള്ള ആ കൈനറ്റിക് എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഹൈ വെലോസിറ്റി കാരണം ആ താഴെയുള്ള റിവർ ബെഡ്, അതിൻ്റെ ബാങ്ക്, അതിനൊക്കെ ഇറോഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഡാമിനും പവർ ഹൗസ്, കനാൽ പോലുള്ള അഡ്ജോയിനിങ് സ്ട്രക്ചേഴ്സിനുമൊക്കെ ഡാമേജ് ഉണ്ടാവാം. അത്രയ്ക്ക് ഹൈ വെലോസിറ്റിയിലായിരിക്കും വാട്ടർ വരുന്നത്. സോ അപ്പം അതിനായിട്ട് ആ ഒരു എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഹൈഡ്രോളിക് ജമ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് വെച്ചാൽ നോർമലി ഡാമിൻ്റെ സ്പിൽവേസിൻ്റെയും അതുപോലെ തന്നെ സ്റ്റീപ്പ് സ്ലോപ്ഡ് ആയിട്ടുള്ള കനാൽ സെക്ഷൻസിൻ്റെയൊക്കെ എൻഡിലായിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റില്ലിംഗ് ബേസിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എലിവേഷൻ ചേഞ്ച് കൊണ്ട് ഒരു ഹൈ കൈനറ്റിക് എനർജി ഉണ്ടാകുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ സ്റ്റില്ലിംഗ് ബേസിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റില്ലിംഗ് ബേസിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following can be used as a method for seasoning for removal of sap from timber? നമ്മൾ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ കണ്ടിരുന്നു ടിമ്പർ പ്രോസസ്സിങ്ങിലുള്ള സ്റ്റെപ്സൊക്കെ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ ഫ്രഷ്ലി ഫെൽഡ് ആയിട്ടുള്ള ട്രീസ് ഒന്നും നമുക്ക് പെട്ടെന്ന് തന്നെ നോർമൽ യൂസിന് പറ്റില്ല. കാരണം അതിന് ഹൈ മോയ്സ്ചർ കണ്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് ഡൈമെൻഷനലി അൺസ്യൂട്ടബിൾ ആയിരിക്കും. അപ്പം നമ്മൾ ഒരു ട്രീയിലെ മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു സ്യൂട്ടബിൾ ലെവലിലേക്ക് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സീസണിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സീസണിങ് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സിനെല്ലാം നമ്മൾ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: നാച്ചുറൽ സീസണിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ സീസണിങ്. ഓക്കെ, അപ്പോൾ അതിൽ നാച്ചുറൽ സീസണിങ്ങിൽ വരുന്നത് എയർ സീസണിങ് ആൻഡ് വാട്ടർ സീസണിങ് വരും. അതുപോലെ ആർട്ടിഫിഷ്യൽ സീസണിങ്ങിനകത്ത് ബോയിലിംഗ്, ക്ലീൻ സീസണിങ്, കെമിക്കൽ സീസണിങ് ആൻഡ് ഇലക്ട്രിക്കൽ സീസണിങ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്കാം, വാട്ടർ സീസണിങ്. വാട്ടർ സീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വുഡ് ലോഗ്സ് ഇപ്പോൾ 2 to 4 വീക്സ് നമ്മൾ റണ്ണിങ് വാട്ടർ സ്ട്രീംസിൽ ഇമേഴ്സ് ചെയ്തിടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷെഡിൽ ഫ്രീ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കും. ഇതൊരു ക്വിക്ക് പ്രോസസ്സാണ്, പക്ഷേ വുഡിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസും സ്ട്രെങ്ത് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. ദെൻ എയർ സീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോഗ്സ് എല്ലാം പ്ലാങ്ക്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കവേർഡ് ഷെഡിൽ ഇടയ്ക്ക് സ്പേസ് വരുന്ന രീതിയിൽ ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ആയിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്പേസിലൂടെ ഫ്രീ എയർ സർക്കുലേഷൻ നടന്നിട്ട് മോയ്സ്ചർ കുറയുകയാണ് ചെയ്യുന്നത്.
ഇതൊരു സ്ലോ പ്രോസസ്സാണ്, പക്ഷേ നല്ലൊരു പ്രോസസ്സാണ്. ലാർജ് സൈസ് സ്ട്രക്ചറൽ മെമ്പേഴ്സ് വരെ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ആർട്ടിഫിഷ്യൽ ടിമ്പറിങ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ റെഗുലേറ്റഡ് ഹീറ്റും അതുപോലെ കൺട്രോൾഡ് ഹ്യൂമിഡിറ്റി പിന്നെ പ്രോപ്പർ എയർ സർക്കുലേഷനൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ സീസണിങ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബോയിലിങ്. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിമ്പർ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ട് ആ വാട്ടർ ഒരു 3 to 4 hours ബോയിൽ ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ സ്ലോലി ഇത് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബോയിലിംഗ് വാട്ടറിന് പകരം നമുക്ക് ഹോട്ട് സ്റ്റീമും യൂസ് ചെയ്യാറുണ്ട്. ഈ പ്രോസസ്സ് ഒരു ഫാസ്റ്റ് പ്രോസസ്സാണ്, പക്ഷേ കോസ്റ്റ്ലി ആണ്. ദെൻ ക്ലീൻ സീസണിങ് ഉണ്ട്. ക്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു എയർ ടൈറ്റ് ചേമ്പർ ആയിരിക്കും. അതിൽ എബൌട്ട് 35°C to 38°C ടെമ്പറേച്ചറിൽ നമ്മൾ ടിമ്പർ സീസൺ ചെയ്യും. അപ്പോൾ ഇതിൽ ടിമ്പറിൻ്റെ ഈ ഒറിജിനൽ സ്ട്രെങ്തും ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസൊക്കെ റിട്ടൈൻ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാർപ്പിങ്ങും ക്രാക്കിങ്ങും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഒരു ഹ്യൂമിഡിറ്റി ലെവൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ ഡ്രൈയിങ് യൂണിഫോം റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എയർ സർക്കുലേഷനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഓവർ ഹീറ്റിങ് അതുപോലെ എക്സസീവ് ഹ്യൂമിഡിറ്റി ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് വെന്റിലേഷനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു 2 week ഒക്കെ ആയിരിക്കും സീസണിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഈ മെത്തേഡിൽ കിട്ടുന്ന വുഡിൻ്റെ ക്വാളിറ്റി ഈ നാച്ചുറൽ മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇൻഫീരിയർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് കെമിക്കൽ സീസണിങ്. ഈ മെത്തേഡിൽ ഒരു സ്യൂട്ടബിൾ സോൾട്ട് സൊല്യൂഷനിൽ ഈ ടിമ്പേഴ്സ് ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മളൊരു ക്ലീനിൽ ഈ ടിമ്പർ ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ മെത്തേഡ് വഴി ടിമ്പറിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ യൂണിഫോം സീസണിങ് കിട്ടും. ലാസ്റ്റ് മെത്തേഡ് ഇസ് ഇലക്ട്രിക്കൽ സീസണിങ്. ഇതിൽ നമ്മുടെ വുഡ് ലോഗിൻ്റെ 2 എൻഡും 2 ഇലക്ട്രോഡിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കും. എന്നിട്ട് അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു വുഡ് ഒരു ബാഡ് കണ്ടക്ടർ ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോവിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഡ്രൈയിങ് നടക്കുന്നത്. ഈ ടെക്നിക്കിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് വഴി ചിലപ്പോൾ വുഡ് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് ചില പ്ലൈവുഡ് ഇൻഡസ്ട്രീസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്, ഈ ഓപ്ഷൻസിൽ സീസണിങ്ങിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ദ ആൻസർ ഈസ് ബോയിലിംഗ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ആൻ ഓക്സിഡേഷൻ ഡിച്ച്? ഓക്കെ, അപ്പം സീവേജ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡറി ട്രീറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. ഇപ്പോൾ റോസ് സീവേജ് ആണെങ്കിലും സെറ്റിൽഡ് സീവേജ് ആണെങ്കിലും ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സലൻറ്റ് മെത്തേഡാണ് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. അപ്പം പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന സീവേജ് എഫ്ലുവൻറ്റിൻ്റെ അതിൻ്റെ ഒരു സ്ലഡ്ജിൻ്റെ ഒരു 20 to 30% വോളിയം കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ മിക്സ്ചറാണ് നമ്മൾ എയറേഷൻ ടാങ്കിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ സ്ലഡ്ജിനെ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിക്കും. കാരണം അതിൽ ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പം എയറേഷൻ ടാങ്കിൽ വെച്ചിട്ട് ഈ മൈക്രോ ഓർഗാനിസംസ് ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ് ചെയ്തിട്ട് ഒരു പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്തിട്ട് അതാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ന്യൂ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഈ എയറേഷൻ ടാങ്കിലെ ഹെഡിലേക്ക് കണ്ടിന്യൂസ്ലി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ഈ പുതിയതായിട്ട് വരുന്ന സീവേജുമായിട്ട് മിക്സ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നടക്കാൻ വേണ്ടിയിട്ട്. എക്സസ് ആയിട്ട് വരുന്ന പോർഷൻ ഡിസ്പോസിങ്. ഓക്കെ, അപ്പം ഈ ഒരു കൺവെൻഷണൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഓക്സിഡേഷൻ ഡിച്ച്. അപ്പം ഇവിടെ ഈ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിനെയും സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിനെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലോങ്ങർ എയറേഷൻ ടൈം കൊടുത്തിട്ടുണ്ട്. 5 to 8 hours ഉണ്ടായിരുന്ന എയറേഷൻ ടൈം ഇൻക്രീസ് ചെയ്തിട്ട് 12 to 15 hours ആണ് ഓക്സിഡേഷൻ ഡിച്ചിൽ എയറേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ എക്സ്റ്റെൻഡഡ് എയറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഓക്സിഡേഷൻ ഡിച്ചിനെ എക്സ്റ്റെൻഡഡ് എയറേഷൻ ലഗൂൺസ് എന്നും വിളിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഓക്സിഡേഷൻ ഡിച്ചിന് എന്താണ്, അതൊരു എക്സ്റ്റെൻഡഡ് എയറേഷൻ സിസ്റ്റമാണ്. ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും കറക്ഷൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ
ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.